From the top of an electric post, two wires are stretched to either side and fixed to the ground, 25 meters apart. The wires make angles 55 degree and 40 degree with the ground. What is the height of the post? അതായത് ഒരു വൈദ്യുതി തൂണിന്റെ മുകളറ്റത്തു നിന്നും രണ്ട് ഇരുമ്പ് കമ്പികൾ ഇരുദിശകളിലേക്കും തറയിൽ വലിച്ചു കെട്ടിയിരിക്കുന്നു. കമ്പിയുടെ ചുവടുകൾ തറയുമായി ഉണ്ടാക്കുന്ന കോണുകൾ 55 ഡിഗ്രി 40 ഡിഗ്രിയുമാണ്. കൂടാതെ കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം 25 മീറ്റർ. തൂണിന്റെ ഉയരം എത്രയാണ്? അതായത് ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ആ പോസ്റ്റിന്റെ രണ്ട് അറ്റത്തു നിന്നും ഓരോ കയറുകൾ രണ്ട് ഭാഗത്തേക്കും വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഈ വലിച്ചു കെട്ടിയ പോയിന്റുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. അതിൽ ഒരു കോണ് 55ഉം ഒരു കോണ് 40ഉമാണ്. ഓക്കെ, എങ്കിൽ ഈ തൂണിന്റെ അല്ലെങ്കിൽ ആ പോസ്റ്റിന്റെ ഹൈറ്റ് എത്രയാന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, നമ്മുടെ ചിത്രം ഏകദേശം എങ്ങനെ വരും? എ സി എന്ന് പറയുന്ന രണ്ട് പോയിന്റിലോട്ട് ഡി ബി എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ ബി ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ പോസ്റ്റ്. ആ പോസ്റ്റിന്റെ രണ്ട് അറ്റത്തൊന്നും ഓരോ കയറുകൾ അല്ലെങ്കിൽ ഓരോ കമ്പികൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അത് തറയുമായിട്ടുണ്ടാക്കുന്ന കോൺ ഒന്ന് 55ഉം ഒന്ന് 40ഉമാണ്. ഈ പോയിന്റുകൾ തമ്മിലുള്ള അകലാണ് 25. എവിടെ പേന? ഈ എ തൊട്ട് സി വരെയുള്ള അകലാണ് 25. അതിൽ ഒന്ന് എക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റത് എന്തായിരിക്കും? 25 മൈനസ് എക്സ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ വരിക. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് ഇനി, കാരണം ഇവിടെ രണ്ട് ത്രികോണത്തിനും കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് ഏതാണ്? ഡി ബി ആണ്. അപ്പൊ ആ ഡി ബി കാണാനുള്ള ഇക്വേഷൻ രണ്ടും ഞാൻ കണ്ടുപിടിക്കാൻ പോകണോ. ആദ്യം tan 55 എടുത്തു. എതിർവശം കാണണം, സമീപവശം തന്നിട്ടുണ്ട്. അപ്പൊ ഡി ബി ബൈ എ ബി. tan 55 ഈക്വൽ ടു ഡി ബി ബൈ 25 മൈനസ് എക്സ് വരും. ഇനി ഈ 25 മൈനസ് എക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാ, അപ്പൊ ഗുണിക്കാനോ. ഓക്കെ, ഇനി 25 മൈനസ് എക്സ് ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടായതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇട്ടത്. ബ്രാക്കറ്റിനുള്ള ഓരോ ടേമും കൊണ്ടും എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പൊ tan 55 × 25 പറഞ്ഞാല് 25 tan 55 വരും, മൈനസ് എക്സ് ഇൻറ്റു tan 55 എന്ന് വരും. അതിന് ഇക്വേഷൻ നമ്പർ 1 ഡി ബി കാണാനുള്ള ഇക്വേഷൻ. ഇനി tan 40 എടുക്കുക. tan 40 അതേപോലെ തന്നെ പിന്നെ എതിർവശം കാണണം, സമീപവശം തന്നിട്ടുണ്ട്. അപ്പൊ ഡി ബി ബൈ ബി സി. tan 40 ഈക്വൽ ടു ഡി ബി ബൈ എക്സ് എന്ന് വരും. അപ്പൊ എക്സ് tan 40 എന്ന് വരും. ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് രണ്ടിന്റെയും റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. രണ്ട് ഇക്വേഷന്റെ റൈറ്റ് സൈഡുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് സൈഡും എന്താവും? ഈക്വൽ ആവും. അപ്പൊ രണ്ടിന്റെയും റൈറ്റ് സൈഡിൽ ഡി ബി ആയതുകൊണ്ട് തന്നെ രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സമമായിട്ട് എഴുതാം. അപ്പോ from 1 and 2, 25 tan 55 minus x tan 55 equal to x tan 40 എന്ന് വരും. ഇനി x ഉള്ള ടേമുകളൊക്കെ ഒന്നിച്ചാക്കാം. അപ്പോ ഈ മൈനസ് എക്സ് ടാൻ 55നെ പുറത്തോട്ട് കൊണ്ടുവന്നപ്പോ പ്ലസ് എക്സ് ടാൻ 55 ആയി. ഇനി ഇതിന് രണ്ടും നമ്മൾ ഒരു എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഓക്കെ, അപ്പൊ എക്സിനെ പുറത്തെടുത്തപ്പോ ഇവിടെ ടാൻ 40, ഇവിടെ ടാൻ 55, പ്ലസ് ആണല്ലോ അതിനടിയിലോ. ദെൻ 25 ടാൻ 15ന്റെ അവിടേക്ക് tan 40 പ്ലസ് tan 55 ഇവിടെ ഈ ബ്രാക്കറ്റിലുള്ള സംഖ്യനെ മുഴുവനായിട്ട് കൊണ്ടുപോകുക. ഇതിവിടെ ഗുണിക്കാനാണ്, അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഹരിക്കാനോ. അപ്പൊ 25 tan 55 ബൈ tan 40 പ്ലസ് tan 55 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇനി tan 40യുടെയും tan 55ന്റെയും വാല്യൂ കൊടുക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂസ് കൊടുത്തു. ദെൻ 25 ഇൻറ്റു 1.42 ബൈ 0.83 പ്ലസ് 1.42 ഈക്വൽ ടു എക്സ് കിട്ടും. അതായത് 25 ഇൻറ്റു 1.42 ചെയ്തത് പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 142നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 5 10 വരും. 4 5 20 1 21 1 ഇഷ്ടം 2 5 5 2 7 2 2 4 4 2 8 2 2. ഓക്കെ, ഇനി കൂട്ടുക. 0 4 3 5 8 2 10 5 15 ഇഷ്ടം 3 2 1 3 3550 കിട്ടും. പക്ഷെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്? 2 സംഖ്യ. അപ്പൊ 35.50, അതിനെ നമുക്ക് 35.5 നേടാം. ഇനി അടുത്തത് 0.83 പ്ലസ് 1.42. ഇത് രണ്ടും കൂട്ടുക. 3 2 കൂട്ടിയാൽ 5 കിട്ടും. 8 4 12ക്ക് 2 ഇഷ്ടം 1 1 1 2. അപ്പൊ 2.25. ഓക്കെ, ഇനി ഈ പോയിന്റുകൾ കളയണം. കാരണം ഡിനോമിനേറ്ററിൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് കളയണം എന്ന് നമുക്കറിയാലോ. അപ്പോ ഡിനോമിനേറ്ററിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ ഉണ്ട്. അപ്പൊ 100 കൊണ്ട് ഗുണിക്കണം.
35.5 100 ഗുണിക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന പോയിന്റ് ഒന്നും കൂടി ഇപ്പുറത്തോട്ട് വരും. ഒരു സംഖ്യ കൂടി മാറിയിട്ട് വരണം. മാറാൻ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ 0 ഇട്ട് കൊടുത്തു. ഇവിടെ 100 ഗുണിക്കുമ്പോൾ ഈ 2 പോയിന്റ് ഇപ്പുറത്തോട്ട് വരും. അപ്പൊ 3550 ഇനി എന്ത് ചെയ്യുക? 225 ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 15.78 കിട്ടും. ഓക്കെ, അപ്പൊ എക്സിന്റെ വില കിട്ടിയ എത്രയാ? 15.78. ഓക്കെ, അതായത് 3550നെ 255 ഉണ്ട്. ഒരു 255 255 മൈനസ് ചെയ്യുക. 5 5 പോയാൽ 0, 5 5 പോയാൽ 0, 3 2 പോയാൽ 1, 0 ഇറക്കി എഴുതി 0. 1000 5 പ്രാവശ്യം. അപ്പൊ 5 25 5 ഇഷ്ടം 2, 5 25 2 27 7 ഇഷ്ടം 2, 2 5 10 അല്ലെ, 5 25 2 7 2 5 10. ഒരു ചെറിയൊരു മാറ്റമുണ്ട്. 255 അല്ല, മാറിപ്പോയതാണ് കേട്ടോ. നമുക്കതൊന്ന് മാറ്റാം. കാരണം ഇവിടെ 1000 വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട്. കാരണം ഇവിടെ 15.8 ആണല്ലോ. 5 ഇട്ട് കൊടുക്കുമ്പോൾ 2 5 12 12 1200 വരും. പക്ഷെ 1000 അല്ലേ വരുന്നുള്ളൂ. നമുക്ക് 1255 അല്ല, എഴുതിയ നമ്പർ മാറിപ്പോയതാണ്. നമുക്കൊന്ന് മായ്ക്കാം. 3550നെ 225 നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 225 225 വരും. പിന്നെ മൈനസ് ചെയ്യണം. 5 5 പോയാൽ 0, 5 2 പോയാൽ 3, 3 2 പോയാൽ 1. ഇനി 0 ഇറക്കി ചെയ്ത് അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 എണ്ണം കിട്ടും. 5 25 5 ശിഷ്ടം 2, 2 5 10 2 12 2 ശിഷ്ടം 3, 2 5 10 3 11. 0 10 ഇവിടെ 10 ആവും. 10 5 പോയാൽ 5, പിന്നെ 9 2 പോയാൽ 7, 2 1 പോയാൽ 1. എക്സ്ട്രാ 0 ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ദെൻ 7 വരും. 5 35 5 ശിഷ്ടം 3, 14 3 ഇഷ്ടം 3 വരും. ഒരു 14 3 17 7 ഇഷ്ടം 1, പിന്നെ 14 ഒരു 14 1 15. 10 5 പോയാൽ 5, 4 ആണ്. 7 കഴിഞ്ഞാൽ 7 3 10, 10 4 4 3 7 വരും വീണ്ടും. ദെൻ അല്ലെ 7 14 15. ദെൻ ഇവിടെ 6 5 പോയാൽ 1 കണ്ടോ. വീണ്ടും 1750 തന്നെയാണ് വരിക. അപ്പൊ വീണ്ടും 7 വീണ്ടും 7 7 എന്നിങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ അതിനെ റൗണ്ട് ചെയ്തിട്ടാണ് 15.78 എന്നാക്കിയിട്ടുള്ളത്. അപ്പൊ എക്സിന്റെ വില കിട്ടിയ എത്രയാ? 15.78. ഇനി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ആ ഇക്വേഷൻ? എക്സ് tan 40 = db. ആ എക്സിന്റെ വില ഇവിടെ കൊടുക്കുക. അപ്പൊ 15.78 × 0.83 പോയിന്റ് കളഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് പിന്നെ 4 പോയിന്റ് മാറ്റി കൊടുക്കണം. കാരണം ഇവിടെ 2 എണ്ണം ഇവിടെ 2 എണ്ണം. അപ്പൊ മൊത്തം 4 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പൊ 13.0974 db എന്ന് വരും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് നമുക്ക് എങ്ങനെ എടുക്കാം? 13.0974 മീറ്റർ. db ആണല്ലോ പോസ്റ്റ്. അപ്പൊ പോസ്റ്റിന്റെ ഉയരം നമുക്ക് കിട്ടി. ഓക്കെ.